ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 42. ഞാനിപ്പോൾ ഈ നടന്നു കയറിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയിരുന്ന സന്തോഷം നിറഞ്ഞൊരു ദിവസത്തിലേക്കാണ് കേട്ടോ. ഫ്രണ്ട്സ് മൊത്തം പണ്ട് ഇതുപോലെ ഒരുപാട് തവണ ട്രിപ്പ് പോവുകയും ഒന്നിച്ചു കൂടുകയും ഒക്കെ ചെയ്തിരുന്നു. ജീവിതത്തിൽ എന്നും ഓർക്കാൻ പറ്റിയ നല്ല ഓർമ്മകളുള്ള നല്ല ദിവസങ്ങളായിരുന്നു അന്നത്തെ എല്ലാം. എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒരുമിച്ച് പങ്കുവെച്ച് നല്ല അടിപൊളിയായിട്ടാണ് ജീവിതം പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അറിയാലോ, എല്ലാവരും ജീവിതത്തിൽ നടക്കുന്നത് പോലെ ഓരോരുത്തരായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞു, ഓരോരുത്തർ ജോലിക്കായി പുറത്തെല്ലാം പോയി. പിന്നീട് ആ കണക്ഷൻ പതുക്കെ എല്ലാവരും ഇന്നും വിട്ടു പോയി. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞു പോയവരും പുറത്ത് ജോലിക്ക് പോയവരൊക്കെ ആയിട്ട് ഞാൻ പതുക്കെ കണക്ഷനൊക്കെ അങ്ങനെ വെക്കാതെ. നാട്ടിൽ ഇത്രയും ജോലി സാധ്യതകൾ ഉണ്ടായിട്ട് പുറത്തേക്ക് എന്തിനാ പോയേ എന്നൊരു വിഷമം എന്റെ മനസ്സിലുണ്ടായിരുന്നു. കയ്യിലൊന്നുമില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന കാലത്ത് കൂടെ ഉണ്ടായിരുന്നവര് ഇപ്പോ ജീവിതത്തിന്റെ അവസ്ഥയെല്ലാം കുറച്ചുകൂടി മെച്ചപ്പെട്ടപ്പോ നമ്മളുടെ കൂടെ ഇല്ലല്ലോ എന്നൊരു വിഷമം എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പറഞ്ഞു വന്നത്, വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി തൃശ്ശൂരിന്റെ അടുത്ത് ഒരു സ്റ്റേക്കേഷൻ എടുത്ത് 1 ഡേ നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. ജോർജ് സേതൻ എന്ന നമ്മുടെ സ്റ്റേക്കേഷന്റെ ലൊക്കേഷൻ മണ്ണുത്തിക്കും വിയൂരിനും ഒക്കെ വളരെ അടുത്താണ്. ഒരുപാട് പ്രത്യേകതകളൊന്നും ഇല്ലെങ്കിലും 2 ഫാമിലിക്കും ഒരു ബാച്ചിലർ ഗ്രൂപ്പിനും തിരക്ക് പിടിച്ച് ജീവിതത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇവിടെ 1 ഡേ സൂപ്പറായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈവനിങ്ങിന് തൊട്ട് മുന്നായി നമുക്ക് 2-3 മലയണ്ണാനി ഇവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഈ സ്ഥലം സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ദേ ഈ കാണുന്ന പൂള് തന്നെയായിരുന്നു. നമ്മളുടെ ഈ ഒരു ദിവസം അടിപൊളിയാക്കുന്നതിന് ഈ പൂളിനും വലിയൊരു റോള് തന്നെ ഉണ്ടായിരുന്നു. പകല് കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി രാത്രിയായപ്പോൾ സ്ഥലത്തിനൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. വാം ലൈറ്റും കാര്യങ്ങളെല്ലാം ഓണായപ്പോൾ വീണ്ടും ഇവിടെ വരാനുള്ള എന്തോ ഒരു മാജിക് വർക്ക് ചെയ്യുന്നത് പോലെ തോന്നി. പിന്നെ ഇവിടെ സ്വിഗ്ഗി ഡെലിവറി എല്ലാം ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇഷ്ടമുള്ള ഫുഡുകൾ ഓർഡർ ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മളുടെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നതിനാൽ 2 വണ്ടിയിലൊക്കെയാണ് കേട്ടോ നമുക്ക് ഫുഡ് കൊണ്ടുവന്നത്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം വേണമെങ്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. ഭക്ഷണം കഴിക്കലും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 4 മണിക്കൂറോളം പൂളിൽ തന്നെയായിരുന്നു. പണ്ട് നാട്ടിലെ തോട്ടിലും പുഴകളിലും എല്ലാം ഒരുമിച്ച് പോയി കുളിച്ചിരുന്നപ്പോൾ കിട്ടിയിരുന്ന സെയിം വൈബ് തന്നെ നമുക്ക് ആ പൂളിലും ലഭിച്ചു. പൂള് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ മീറ്റിംഗ് ഏരിയ. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് നേരം വെളുക്കോളം ഇരുന്ന് സംസാരിച്ചു. പ്രധാനമായിട്ടും മനസ്സിൽ തോന്നാറുള്ള ചെറിയ വിഷമങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ആ പഴയ വൈബ് തന്നെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ കുറെ നാൾ കൂടിയിട്ടുള്ള ഈ ഒത്തുകൂടല് നല്ലൊരു കേക്ക് മുറിച്ച് ഫുഡെല്ലാം ഓർഡർ ചെയ്ത് കഴിച്ച് നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ്. കാലങ്ങൾ കുറെ കഴിഞ്ഞു പോയെങ്കിലും ഉണ്ടല്ലോ, എല്ലാവരും ആ പഴയ ആൾക്കാരൊക്കെ തന്നെ. ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങളുടെ ആ പഴയ ഗ്യാങ് ഒക്കെ ആയിട്ട് ഒരു ദിവസം ഒന്ന് വെറുതെ കറങ്ങാൻ ഇറങ്ങും. നിങ്ങൾക്ക് എവിടെയൊക്കെയോ നഷ്ടമായി എന്ന് തോന്നുന്ന പഴയ ബന്ധങ്ങളെല്ലാം തിരിച്ചു കിട്ടും. പിന്നെ ഫാമിലിയിൽ പുതിയ ആൾക്കാർ വന്നെന്ന് കരുതി ഒരു മാറ്റവും വന്നിട്ടുണ്ടാവില്ല കേട്ടോ. ഇവരെയൊക്കെ കൂടുതൽ അറിഞ്ഞപ്പോഴാണ് എല്ലാവരും ഒരേ വൈബ് തന്നെയാ. പിന്നെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നെങ്കിലും സ്ട്രിക്റ്റ് ഡയറ്റിൽ തന്നെയായിരുന്നു കേട്ടോ.